നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. വിശാല ഹിന്ദു ഐക്യത്തെ തള്ളി NSS. ഹിന്ദു ഐക്യം പറയുന്നത് ചിലരുടെ കള്ളത്തരം മൂടിവെക്കാനെന്ന് സുകുമാരൻ നായർ. ഹൈന്ദവന്റെ താല്പര്യം സംരക്ഷിക്കണം. ഈ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നു അവരുടെ പല കള്ളത്തരങ്ങൾ ഒളിച്ചു വെക്കുവാൻ വേണ്ടി, ഒരു ശക്തി സമാഹരിക്കുവാൻ വേണ്ടി, ഈ ഹൈന്ദവനെ ഉപകരിക്കാൻ വേണ്ടിയാണ്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഇത് പറയുന്നത്. മന്നം ശങ്കർ ഐക്യവും കള്ളത്തരമായിരുന്നു എന്ന് വെള്ളപ്പള്ളിയുടെ മറുചോദ്യം. അങ്ങനെയാണെങ്കിൽ മന്നം ശങ്കറിന്റെ ഐക്യവും കള്ളത്തരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നോ? പറയട്ടെ, ആത്മാർത്ഥമുണ്ടെങ്കിൽ അങ്ങനെ പറയണം. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ക്രൈസ്തവ സഭയും. അസഹിഷ്ണുത വളരുന്നതിനെ അപലപിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി. ആവിഷ്കാര സ്വാതന്ത്ര്യം ഹനിക്കുന്ന അക്രമങ്ങൾക്കെതിരെ നടപടി വേണമെന്ന് പ്രമേയം. പുരസ്കാരങ്ങൾ തിരികെ നൽകിയ എഴുത്തുകാർ നിലപാട് തിരുത്തണം. സാഹചര്യം മാറിയിട്ടില്ലെന്ന് എഴുത്തുകാർ. ഹരിയാനയിൽ വീണ്ടും ദളിത് കൊല. മോഷണം ആരോപിച്ച് 14-കാരനെ പോലീസ് തല്ലിക്കൊന്നു. ആത്മഹത്യയെന്ന് മുഖ്യമന്ത്രി. ദളിതരെ അവഹേളിച്ച മന്ത്രി VK സിംഗിനെതിരെ പട്ടികജാതി കമ്മീഷൻ കേസെടുത്തു. രാജ്യത്ത് ദളിത് വേട്ടയെന്ന് കോൺഗ്രസ്. വിജയദശമി ദിനത്തിൽ 10,000 ഹരിശ്രീ കുറിച്ചു. തിരൂർ തുഞ്ചൻ പറമ്പിലും പ്രധാന ക്ഷേത്രങ്ങളിലും വിദ്യാരംഭം. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് തയ്യാറാണോ എന്ന് ഉടൻ അറിയിക്കാൻ BCCIയോട് പാക് ക്രിക്കറ്റ് ബോർഡ്. ഇന്ത്യൻ ബോർഡിന്റെ നിലപാട് നിരാശാജനകമെന്ന് PCBയുടെ കത്ത്. ISLൽ കൊൽക്കത്തയെ വീഴ്ത്തി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ജയമെതിരില്ലാതെ ഒരു ഗോളിന്. വിശദമായി വിശാല ഹിന്ദു ഐക്യം ഉയർത്തിക്കൊണ്ടുവരുന്നത് ചിലരുടെ കള്ളത്തരം മറച്ചുവെക്കാനാണെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ഇതിന് പിന്നിലെ കളി എന്താണെന്ന് NSSന് നന്നായി അറിയാം. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനോ ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമാകാനോ NSS ഇല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടാണ് NSSൻ്റേതെന്നും സുകുമാരൻ നായർ പെരുന്നയിൽ പറഞ്ഞു. ഹിന്ദുവിന്റെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് NSSന്റെ നിലപാട്. അതിന് വിശാല ഹിന്ദു ഐക്യം തന്നെ വേണമെന്ന അഭിപ്രായം NSSനില്ല. ഇപ്പോൾ ചിലർ വിശാല ഹിന്ദു ഐക്യം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട്. ഹൈന്ദവന്റെ താല്പര്യം സംരക്ഷിക്കണം, ഹൈന്ദവന്റെ താല്പര്യം സംരക്ഷിക്കണം. ഈ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നു അവരുടെ പല കള്ളത്തരങ്ങൾ ഒളിച്ചു വെക്കുവാൻ വേണ്ടി, ഒരു ശക്തി സമാഹരിക്കുവാൻ വേണ്ടി, ഈ ഹൈന്ദവനെ ഉപകരിക്കാൻ വേണ്ടിയാണ്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഇത് പറയുന്നത്. എന്തുകൊണ്ടാണ് വിശാല ഹിന്ദു ഐക്യത്തിൽ NSS പങ്കാളികളാവാത്തതെന്ന് പലരും ചോദിച്ചു. എന്നാൽ ഇതിനു പിന്നിലെ കളികൾ NSSന് നന്നായി അറിയാം. എന്താണ് അതിന്റെ പിന്നിലെ കളി എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കി. അതിന്റെ പിന്നിലെ കളി ചില സ്ഥാപിത താല്പര്യ സംരക്ഷണമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിൽ പങ്കെടുക്കാത്തത്. ഇപ്പൊ നമ്മളിൽപ്പെട്ടവർ തന്നെ ചിലരൊക്കെ നോക്കുന്നുണ്ട്, എന്താ ഹിന്ദു ഐക്യത്തിൽ ചേർന്നാൽ. NSSന് രാഷ്ട്രീയമില്ല, സമദൂര നിലപാടാണ് NSSനുള്ളത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും സമദൂര നിലപാട് തന്നെ തുടരും. സംവരണ വിഭാഗത്തിലെയും സംവരണേതര വിഭാഗത്തിലെയും പാവപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടത്തക്ക വിധത്തിൽ സംവരണ വ്യവസ്ഥകൾ പൊളിച്ചെഴുതണമെന്നും സുകുമാരൻ നായർ പറഞ്ഞു. റിപ്പോർട്ടർ, കോട്ടയം. മന്നം ശങ്കർ ഐക്യം കള്ളത്തരം ഒളിപ്പിക്കാനുള്ളതായിരുന്നോ എന്ന് വെള്ളാപ്പള്ളിയുടെ ചോദ്യം. അങ്ങനെയെങ്കിൽ ഒന്നും പറയാനില്ല. സുകുമാരൻ നായരുടെ പ്രസ്താവന കാടടച്ച് വെടിവെപ്പാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള അഭിപ്രായമാണ്. കാലം കഴിയുമ്പോൾ മാറ്റി പറയേണ്ടി വരുമെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. കാര്യങ്ങൾ കുറേ കൂടെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ സമുദായം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അദ്ദേഹം അഭിപ്രായം കാലം കഴിയുമ്പോൾ മാറ്റി പറയേണ്ടി വരും എന്ന് മാത്രമേ എനിക്കിതിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ മന്നം ശങ്കറിൻ്റെ ഐക്യവും കള്ളത്തരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നോ? പറയട്ടെ, ആത്മാർത്ഥമുണ്ടെങ്കിൽ അങ്ങനെ പറയണം. മന്നം ശങ്കർ എന്ന് പറയുന്ന ആ മഹൽ വ്യക്തികളുടെ ആ മനസ്സിലിരുന്നത്, ആ ആഗ്രഹം അന്ന് സാധിക്കാതെ പോയത്, ആ ആശയം ഇന്ന് സാധ്യത പ്രായമാക്കുവാനുള്ള ഒരവസരം വന്നപ്പോൾ അത് നടപ്പിലാക്കുവാനുള്ള ഒരു കൂട്ടായ യത്നമാണ്. എല്ലാവരോടും സമദൂരം എന്ന NSS നിലപാട് സ്വാഗതാർഹമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. NSSന്റെ ഈ നിലപാട് സ്വാഗതാർഹമാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ, PS ശ്രീധരൻപിള്ള, PM മനോജ്, അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവരാണ് വ്യത്യസ്ത സ്റ്റുഡിയോകളിൽ. ആദ്യം ശ്രീ PS ശ്രീധരൻപിള്ള, പല കള്ളത്തരങ്ങളും ഒളിച്ചുവെക്കാനുള്ള ശ്രമം, അതിനുള്ള ശക്തി സമാഹരണമാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഹിന്ദു ഐക്യം എന്ന ആശയം. BJP എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്?
NSSൻ്റെ ഒരു പ്രതിനിധി വേണ്ട ഈ ചർച്ചയിൽ, അവരോടല്ലേ അത് ചോദിക്കേണ്ടത്. അവർ പറഞ്ഞതിൽ ഹിന്ദു ഐക്യം ആവശ്യമാണ്, കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് പറയുന്നു, ഞങ്ങൾ സമദൂരമാണെന്ന് പറയുന്നു, എൻ്റെ പ്രസ്ഥാനം ഉൾപ്പെടെ ഒരു പ്രസ്ഥാനത്തിന് എതിരില്ലെന്ന് പറയുന്നു. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ NSS അതിൻ്റേതായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്, SNDP സ്വീകരിക്കുന്നുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇതെല്ലാം ഒന്നിച്ചു പോകണം. കാരണം നീതി നിഷേധിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ്. മുഖ്യമന്ത്രി ആയിരുന്ന AK ആന്റണിയെയും മുഖ്യമന്ത്രി അച്യുതാനന്ദനെയും അവർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞത് ഉദ്ധരിച്ചാൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ ആ സന്തുലിതാവസ്ഥ അട്ടിമറിക്കപ്പെട്ട സംസ്ഥാനത്ത് നീതി നിഷേധിക്കപ്പെടുന്ന ഭൂരിപക്ഷത്തിനാണെന്ന് തുറന്ന് അവർ പറഞ്ഞതാണ്. ആ പറഞ്ഞതിനെ തുറന്നുള്ള നിലപാടുകളെല്ലാം നമുക്കറിയാം. ഉമ്മൻചാണ്ടി ഏറ്റവും വലിയ കടുത്ത ക്രിസ്ത്യൻ വർഗീയവാദിയാണെന്ന് NSS പറഞ്ഞിട്ടൊരു ഘട്ടത്തിൽ. അപ്പോൾ ഇതൊക്കെ പറയുന്ന സമീപനം സ്വീകരിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ മാനിക്കുന്നു. ഒരിക്കലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ഈ ഹിന്ദു പാർട്ടിയുടെ ഈ വിശാല ഹിന്ദു ഐക്യത്തിന്റെ ബീജാവാപം നടന്നത് അമിത്ഷായുടെ മുറിയിലാണ്. ഈ പാർട്ടിയുടെ അമ്മ വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ അച്ഛൻ അമിത്ഷായാണ്. ആ പാർട്ടിയാണ് പല കള്ളത്തരങ്ങളും ഒളിച്ചു വെക്കാനുള്ള ശക്തി സമാഹരണമായി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കാണുന്നത്. അത് താങ്കൾക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിനനുസരിച്ച് താങ്കൾ വ്യാഖ്യാനിക്കുകയാണ്. അമിത്ഷായുടെ മുറിയിൽ നടന്ന എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല. അവിടെ കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഈഴവ സമുദായം, ഹിന്ദുക്കളുടെ ഏറ്റവും പ്രബലമായ സമുദായം അവരുടെ പ്രശ്നങ്ങളുമായി അവിടെ ചെന്നു സംസാരിച്ചു. അത് അവർ തിരിച്ചു പോന്നു. പിന്നെ പൊതുവെ ഹിന്ദു ഐക്യത്തെ സംബന്ധിച്ചാണ് നീതി നിഷേധമുള്ളത് കൊണ്ട് അതിനോടൊപ്പം നിൽക്കാൻ SNDP അങ്ങൊരു നിലപാട് സ്വീകരിക്കുന്നു. രാഷ്ട്രീയ ഐക്യം അവരുടെ പാർട്ടി രൂപീകരിച്ച് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് രാഷ്ട്രീയ ഐക്യമുണ്ടാവും. ഇതിനെയൊക്കെ ഈ തരത്തിൽ വ്യാഖ്യാനിച്ച് ഇപ്പോഴ് ഈ മൂന്നാം ശക്തി ഒരു യാഥാർത്ഥ്യമാകാൻ പോകുന്നു. അപ്പം ഏതെങ്കിലും പ്രസംഗങ്ങൾ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, സുകുമാരൻ നായരുടെ പ്രസംഗത്തിൻ്റെ ഇപ്പം നിങ്ങൾ കാണിച്ചതിനകത്ത് തന്നെ ഹിന്ദു ഐക്യത്തിന് അനുകൂലമാണെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അവർക്ക് സമദൂരമാണ്, ഒരോടുമില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അത് രണ്ട് സംഘടനകൾ SNDP NS തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണങ്ങളിലേക്കാണ് ചെല്ലുന്നത്. അതിവിടെ ചർച്ചാ വിഷയമല്ലല്ലോ. ഞങ്ങളത് പങ്കാളിയാകാനും ഈ ഹിന്ദു ഐക്യം വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലുള്ള ഈ പാർട്ടി പല കള്ളത്തരങ്ങളും ഒളിച്ചു വെക്കാനുള്ള ശക്തി സമാഹരണമാണ് എന്ന് കരുതുന്നുണ്ടോ BJP? ഒന്നാമത്തെ ചോദ്യം. നികേഷ്, താങ്കൾ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് പിന്നിൽ എങ്ങനെ താങ്കൾക്കൊരു അജണ്ടയുണ്ട്, താങ്കളൊരു രാഷ്ട്രീയ അജണ്ട വെച്ച് അജണ്ട നിശ്ചയിക്കുന്ന ആളാണ്. ഞാൻ അതിനെ മാനിക്കുന്നു, താങ്കൾക്ക് നല്ല കഴിവുണ്ട്. ഇവിടെ ഏത് പ്രശ്നം വന്നാലും RSSനെയും BJPയെയും എങ്ങനെയെങ്കിലും ഞങ്ങളോട് നിങ്ങൾക്ക് എതിർപ്പുണ്ട്. ആ എതിർപ്പിനനുസരിച്ചിട്ട് ഇതെല്ലാം വ്യാഖ്യാനിച്ച് ജനമനസ്സുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് അതിൽ കൊത്താൻ ഞാനില്ല. അല്ല, ഒരു ചോദ്യം ചോദിച്ചാൽ അതിൽ ഈ വിശദീകരണങ്ങൾ ഉത്തരമില്ലെങ്കിൽ നൽകാം. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു രാഷ്ട്രീയ നേതാവുമല്ലേ ചോദ്യം ചോദിക്കുമ്പം ആദ്യം ഇത് NSS പോലുള്ള ഒരു സമുദായ സംഘടനയുടെ ഇത്രയും കാലം BJPയെ ബഹുമാനിച്ച് ആദരിച്ച് മന്നത്തു പത്മനാഭൻ രൂപീകരിച്ച 101 വർഷം പഴക്കമുള്ള ഒരു സംഘടനയുടെ അഭിപ്രായമാണ്. അക്കാര്യത്തിൽ BJPക്ക് ഒരു നിലപാട് വേണ്ടേ? CPMന്റെ സംസ്ഥാന സെക്രട്ടറി എടുത്തോ പിടിച്ചോ എന്നുള്ള മറ്റുള്ളൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും വിഷമിക്കേണ്ട. ഞാൻ പറഞ്ഞുതരാം, പറയാൻ സമയം തരുമോ? ഞാൻ പറഞ്ഞുതരാം. NSSന്റെ 25ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് വീര സവർക്കറാണ്. എന്റെ ചോദ്യത്തിന് താങ്കൾക്ക് ഉത്തരവുണ്ടെങ്കിൽ ഞാൻ NSSന്റെ പ്രസിഡന്റും RSSന്റെ പ്രസിഡന്റും ഗോവിന്ദമേനോനായിരുന്ന കാലഘട്ടമുണ്ട്. അത് ആ ചരിത്രം ഉള്ളത് കൊണ്ടാണ് ശ്രീ പി എസ് ശ്രീധരൻപിള്ള ഞാൻ ചോദിക്കുന്നത്. ഇപ്പോഴത്തെ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറയുന്നു ഇപ്പോൾ അമിത്ഷാ നടത്തിയ ഹിന്ദു ഐക്യം എന്ന SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി പല കള്ളത്തരങ്ങളും ഒളിച്ചു വെക്കാനുള്ള ശക്തി സമാഹരണമാണ് എന്ന്. NSSും RSSും തമ്മിലുള്ള ആ ദീർഘകാലത്തെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ BJP ഇപ്പോൾ പറയൂ, ആ നിലപാട് ശരിയാണോ? ഒറ്റ കാര്യം പറയാം. വേണ്ട, താങ്കൾ മട്ടന്നൂരിൽ റീത്ത് വെച്ചതിന്റെ പേരിൽ NSSന്റെ പ്രവർത്തകരെ അടിച്ചതിന് അതിൻ്റെ പേരിൽ കേസ് നിലനിൽക്കുന്നു. തളിപ്പറമ്പിൽ
ആ തളിപ്പറമ്പിൽ SNDPക്കാർ റീത്ത് വെച്ചതിന്റെ പേരിൽ സമുദായ സംഘടന ഞങ്ങൾ ആൾ മരിച്ചാൽ റീത്ത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് SNDPക്കാരെ അടിച്ച കേസ് ശ്രീധരൻപിള്ള, താങ്കളുടെ ജില്ലയായ താങ്കളുടെ കണ്ണൂരിൽ അവസ്ഥ ഞാൻ നിലനിൽക്കുന്നു. മനസ്സിലാക്കുന്നു. ഈ രണ്ട് ഞാൻ കൂട്ടരും സ്വാഗതം രാജ്മോഹൻ ചെയ്തല്ലോ ഉണ്ണിത്താനിലേക്ക് കോടിയേരി പോകട്ടെ. ശ്രീ ബാലകൃഷ്ണൻ. രാജ്മോഹൻ ഈ ഉണ്ണിത്താൻ രാഷ്ട്രീയം കോൺഗ്രസ് എന്തു രാഷ്ട്രത്തിൽ കരുതുന്നു ഈ NSSനെയും വിഷയത്തിൽ? SNDPയെയും ഒരു വലിയ മൂന്നാം മുന്നണി സങ്കല്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് NSS പറയുന്നത് ആ ഹിന്ദു ഐക്യത്തിൽ, ആ പുതിയ രാഷ്ട്രീയ പാർട്ടിയിൽ ഞങ്ങളില്ല, അത് പല കള്ളത്തരങ്ങളും ഒളിച്ചു വെക്കാനുള്ള ശക്തി സമാഹരണത്തിനുള്ള സ്ഥാപിത താല്പര്യക്കാരുടെ ശ്രമമാണ് എന്ന് കോൺഗ്രസ് എന്ത് കരുതുന്നു അതിനോട്? നികേഷ് ആ നികേഷേ, രാഷ്ട്രീയത്തിന് എന്നോടാണോ ചോദിച്ചത് ശ്രീധരൻപിള്ളയോടാണോ? അല്ല, ശ്രീധരൻപിള്ള അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ശ്രീധരൻപിള്ള എല്ലാ ബഹുമാനത്തോടും കൂടി. പക്ഷേ അദ്ദേഹം ഒന്നും പറയാത്തതുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് വരും. അല്ലെങ്കിൽ കുറെ ചോദ്യങ്ങൾ കൂടി ശ്രീധരൻപിള്ളയോട് ഉണ്ടായിരുന്നു. ഉരുണ്ട് കളിക്കുന്നത് ശ്രീധരൻപിള്ളയോട് ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നികേഷേ, നിലപാട് പറയാൻ ഈ ചോദ്യം വിഷയത്തിൽ എന്നോടാണ്. കഴിയുന്നില്ല. അതുകൊണ്ട് ഉത്തരം പറയാൻ എന്നെ അനുവദിക്കണം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നികേഷിന്റെ രാഷ്ട്രീയം ഉണ്ടല്ലോ, നികേഷിന്റെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാമല്ലോ. അല്ല, എന്നോട് ചോദിച്ച ചോദ്യം എന്റെ രാഷ്ട്രീയം ശ്രീ PS ശ്രീധരൻപിള്ള താങ്കൾ കുറെ എന്നോട് കാലമായി ചോദിച്ചതിൽ കാണുന്നല്ലേ ആദ്യമായിട്ട് താങ്കൾ? ഉത്തരം ഞാൻ പറയാം. ഏത് കാലഘട്ടത്തിലാണ് ഞാൻ ആ കാലഘട്ടത്തിലേതല്ലാത്ത, ആ കാലഘട്ടത്തിൽ ശരിയല്ലാത്ത ഒരു സമീപനം എടുത്തിട്ടുള്ളത്? ശ്രീധരൻപിള്ള പറ, എന്നാ പിന്നെ അതായിക്കളെ ഞാൻ ചർച്ച. നമ്മൾ അതിലേക്ക് ചർച്ച വേണ്ട. ഏത് കാലത്ത് 12 എല്ലാ ചർച്ചയിലും ഇത് പറയുക എന്ന് പറയുമ്പോൾ കേൾക്കുന്നതിന് ഒരു പരിധിയില്ല. തുടരുക. സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ ബീഫ് വന്നു. ബീഫിന്റെ പേരിൽ 12 ദിവസം ഞങ്ങൾ ചർച്ച ചെയ്തത്. ബീഫ് ഒരു വലിയ പ്രശ്നമാണ് ഇനിയും ചർച്ച ചെയ്യും. അപ്പൊ ഇതെല്ലാം ഇനിയും ചർച്ച ചെയ്യും. പൊളിറ്റിക്കൽ അജണ്ട പ്രകാരം ഇനിയും ചർച്ച ചെയ്യും. അത് അവിടെ നിൽക്കട്ടെ, നമ്മൾ അതിലേക്ക് പോണ്ട. വെറുതെ ബാക്കിയുള്ളവരെ മടുപ്പിക്കല്ലേ. തുടരുക. ശ്രീ ഉണ്ണിത്താൻ, താങ്കളുടെ അഭിപ്രായം? NSS ഇന്ന് ചങ്ങനാശ്ശേരിയിൽ നടത്തിയ സമ്മേളനത്തിൽ നടത്തിയ പ്രഖ്യാപനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം സമദൂര സിദ്ധാന്തം മാത്രമല്ല അവർ പറഞ്ഞത്, മതേതര കാഴ്ചപ്പാടോടുകൂടി സാമൂഹ്യ പ്രസ്ഥാനമായ NSS മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വക്താവ് എന്നുള്ള നിലയ്ക്ക് സാമൂഹ്യ സംഘടനയായ NSSന്റെ ഇന്നത്തെ പ്രഖ്യാപനം സഹർഷം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, സമദൂര സിദ്ധാന്തം എന്നുള്ള അവരുടെ ആ സിദ്ധാന്തത്തിൻ്റെ വിലയും നിലയും ഈ ആനുകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ വിലമതിക്കുന്ന ഒന്നാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ നികേഷ് പറഞ്ഞു, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അമ്മയും ശ്രീ അമിത്ഷാ അച്ഛനുമായി രൂപീകരിച്ച ഒരു സൃഷ്ടിയെക്കുറിച്ച്. ആ സൃഷ്ടിയുടെ സന്തതിയാണ് മൂന്നാം മുന്നണി. ആ സന്തതി ഒരു ചാവിള്ളയാണെന്ന് അങ്ങ് മനസ്സിലാക്കണം. കാരണം ആ ജനിക്കാൻ പോകുന്ന സന്തതി ചാവിള്ളയാണെന്ന് ഇപ്പം തന്നെ ഡോക്ടറോട് ചോദിച്ചാൽ പറയും. കാരണം വയറ്റിൽ അതിന് അനക്കമില്ല, ചത്ത് കിടക്കുകയാണ്. ആ ചാവിള്ളയായിട്ടേ ആ മൂന്നാം മുന്നണി പുറത്തു വരികയുള്ളൂ. ഇവിടെ NSSന്റെ സമീപനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യാനൊരു കാരണമുണ്ട്. കാരണം ഓരോ സാമൂഹ്യ പ്രസ്ഥാനത്തിനും അവരുടേതായ പ്രഖ്യാപിതമായ നയമുണ്ട്. SNDP ഒരു ശ്രീനാരായണീയ പ്രസ്ഥാനമാണ്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരൻ്റെ സുഖത്തിനായി വന്ന് ഭവിച്ചിടണം. അതാണ് അവരുടെ സിദ്ധാന്തം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യര്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനമാണിത്. അപ്പോ ശ്രീനാരായണ ദർശിനിയും അങ്ങനെ പോകുന്നു. അതേസമയം BJP ഒരു ഹിന്ദു രാഷ്ട്ര സംഘടനയാണ്. ഈ രാജ്യം ഒരു മതേതര രാഷ്ട്രമാക്കുന്നതിനോട് അവർക്ക് യാതൊരു യോജിപ്പുമില്ല. മതേതരത്വത്തെ അട്ടിമറിച്ച് ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ഇന്നലെയും RSS പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായി ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണമെന്ന് വാദിക്കുമ്പോൾ ഹിന്ദുക്കളെ പോലെ മുസൽമാനും ക്രിസ്ത്യാനിക്കും പാർസിക്കും ബൗദ്ധനും ജൈനനും ഇവിടെ ജീവിക്കാനാവില്ല. അതുകൊണ്ട് ഇത് രണ്ട് സമാന്തര രേഖകളാണ്. ശ്രീനാരായണീയ ദർശനങ്ങൾക്ക് ഒരിക്കലും ഹിന്ദു രാഷ്ട്രവാദത്തോട് യോജിക്കാനാവില്ല. സ്വജാതീയ ധ്രുവങ്ങൾ എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. വ്യക്തമാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കളിലേക്ക് ഒരിക്കൽ കൂടി വരാം. പക്ഷേ ശ്രീ PM മനോജ്, എന്തിനാണ് കോടിയേരി ബാലകൃഷ്ണൻ മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ NSS ജനറൽ സെക്രട്ടറി ഉചിതമായ തീരുമാനമാണെന്ന് എടുത്തത് എന്ന് പ്രതികരിച്ചത്? ഇത് LDFനുള്ള പിന്തുണയല്ല. അത് നിങ്ങൾക്ക് അറിയാതെയാണോ അത് സംഭവിച്ചത്? കാരണം സമദൂരം എന്ന് പറയുമ്പോൾ NSSന് എടുക്കാവുന്ന ഒരു സമീപനം, നേരത്തെ എടുത്ത സമീപനം അംഗീകരിക്കലാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമീപനമല്ലത്. ഈ RSSനേക്കാൾ 11 വയസ്സ് പ്രായം കൂടുതലുള്ള സംഘടനയാണ് NSS.
അവർ നേരത്തെ ഉണ്ടായിരുന്ന സമീപനം തന്നെ ആവർത്തിക്കുന്നു. പക്ഷേ അത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ മതനിരപേക്ഷത അപകടപ്പെടുന്ന സാഹചര്യത്തിൽ അവർ സമദൂരം പറയുന്നു, അവർ വർഗീയത പറയുന്നില്ല, അവർ ജാതികളുടെ ഐക്യം കൊണ്ടുവന്ന് അത് ഒരു വർഗീയ ഐക്യമാക്കി മാറ്റണം എന്ന അഭിപ്രായം പറയുന്നില്ല. അവർ ഇതിനൊക്കെ എതിരായി നീന്തുന്നു. ഈ RSSൻ്റെ കയ്യിൽ ഈ തല കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അപകടമാണ് എന്നവർ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായും രാജ്യത്തെ സ്നേഹിക്കുന്ന മതനിരപേക്ഷതയെ സ്നേഹിക്കുന്ന ആർക്കും സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. അതിൽ വേറൊന്ന് ഇടതുപക്ഷത്തെ പിന്തുണക്കുമെന്നൊന്നും NSS പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ പറയുന്നത് മതനിരപേക്ഷതയെ പിന്തുണക്കുമെന്നാണ്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നത് ഇടതുപക്ഷമാണ്. സ്വാഭാവികമായും ഇടതുപക്ഷത്തിനാണ് അതിൻ്റെ നേട്ടമുണ്ടാവുക എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ CPMൻ്റെ നിലപാട് അതിലൊരു തർക്കമില്ലാത്തതാണ്. അവർ ഏത് നിലപാടെടുത്താലും അത് മതനിരപേക്ഷതയ്ക്ക് അനുകൂലമാണ് എന്നതുകൊണ്ട് തന്നെ CPIM അതിനെ സ്വാഗതം ചെയ്യുമെന്നതിൽ ഒരു അഡ്വക്കേറ്റ് ജയശങ്കർ, NSSൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഹിന്ദു ഐക്യത്തിന് അനുവദിക്കില്ല എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. NSS മതേതര സംഘടനയാണ്. മതേതര സംഘടന എന്നുള്ള നിലയിൽ ഒരു പാർട്ടി രൂപീകരിക്കാനോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമാകാനോ കഴിയില്ല. ഹിന്ദു ഐക്യം തീരെ സാധ്യമല്ല. ഹിന്ദു വകഭേദമാണ് നായർ എങ്കിൽ തന്നെയും ഹിന്ദു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സംഘടന ആവശ്യമുണ്ട് എന്ന് കരുതുന്നില്ല NSS. അത് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അഭിപ്രായമാണല്ലോ. 3 കൊല്ലം മുമ്പ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്തായിരുന്നു? മുസ്ലിം ലീഗിന് 5ാം മന്ത്രിസ്ഥാനം കൊടുക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ അതിനെതിരെ ആദ്യം ചന്ദ്രഹാസ് എടുത്തത് ഇദ്ദേഹമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പഴയ ക്ലിപ്പിംഗ്സ് ഇവിടെ ഉണ്ടാവും. റിപ്പോർട്ടർ ചാനലിൽ തന്നെ ഞാനെടുത്ത് കാണിച്ചത്. അദ്ദേഹത്തോളം ശക്തമായിട്ട് ഇതിനെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം അത് കേട്ട വഴിക്ക് ഒരു നായർ മാടമ്പിയാണ് എന്ന കാര്യം പോലും വിസ്മരിച്ച് പെരുന്നയിൽ നിന്നൊരു ടാക്സി വിളിച്ച് ഉടനെ തന്നെ കണിച്ചുകുളങ്ങരയിൽ ചെന്ന് വെള്ളാപ്പള്ളി നടേശനോട് ഇതുവരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനിമേലിൽ നമ്മൾ ഒന്നാണ് എന്നിട്ട് അദ്ദേഹം രണ്ടുപേരും കൂടി പത്രസമ്മേളനം നടത്തി. അതിൻ്റെ ക്ലിപ്പിംഗ്സ് ഇവിടെ ഉണ്ടാവും. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇവിടെ ഭൂരിപക്ഷ സമുദായക്കാർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, ഞങ്ങൾ നാട് വിട്ടു പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു, വിസ അടുത്ത ആഴ്ച കിട്ടും, ഉടനെ നാട് വിട്ടു പോകുന്നതാണ്. അത് പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ല എന്ന് പറയട്ടെ, സുകുമാരൻ നായർ പറയട്ടെ. ഇത് പറഞ്ഞ് കേരളത്തെ ഭ്രാന്താലയമാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആൾ ശ്രീ സുകുമാരൻ നായരാണ്. അതുപോട്ടെ, നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രാജഗോപാലിന് 30,000 വോട്ട് കിട്ടിയപ്പോൾ അദ്ദേഹം നടത്തിയ പ്രതികരണം എന്താണ്? നിങ്ങൾ എടുത്തു നോക്കൂ, ക്ലിപ്പിംഗ്സ് നോക്കൂ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനൊന്നും മറക്കണ ആളല്ല. അദ്ദേഹം പറഞ്ഞു, രാജഗോപാലാണ് അവിടെ നെയ്യാറ്റിങ്കരയിൽ ജയിച്ചത്, ഇതിൻ്റെ ഉത്തരവാദികൾ മുസ്ലിം ലീഗാണ്, ഇവിടെ ന്യൂനപക്ഷ പ്രീണനമാണ് നടക്കുന്നത്, ഭൂരിപക്ഷ സമുദായക്കാർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലെന്ന് അദ്ദേഹം പിന്നെ പറഞ്ഞു. അദ്ദേഹം സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് പിൻവലിച്ചു. വെള്ളാപ്പള്ളി നടേശനുമായിട്ട് സഖ്യം ഉണ്ടാക്കാൻ വേണ്ടി സംവരണ കാര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞു സംവരണത്തിൽ ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന്. പോട്ടെ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ബൈക്ക് വെച്ച് പ്രസംഗിച്ചു. ഇല്ലേ, നിങ്ങൾ നോക്കൂ, ക്ലിപ്പിംഗ്സ് എടുത്ത് നോക്കൂ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഉമ്മൻചാണ്ടിക്ക് എന്ത് അധികാരമാണ് ഈ രാജ്യത്തുള്ളത്? ഇവിടെ ഒരു നായരെ താക്കോൽ സ്ഥാനത്ത്, ഏത് നായരെന്ന് അദ്ദേഹം പിന്നെ പറഞ്ഞു, അത് ചെന്നിത്തല നായരെയാണ്. ആ നായരെ തന്നെ ഇരുത്തിയില്ലെങ്കിൽ നായന്മാർ കലാപം ഉണ്ടാക്കും, ഇവിടെ വിപ്ലവം നടക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞു അദ്ദേഹത്തെ പ്രാന്താസ്പത്രിയിലാക്കണം, അദ്ദേഹത്തെ പേരൂർ കടക്കാണ് കൊണ്ടുപോകേണ്ടത്, കൃത്യമായ ചികിത്സ അവിടെ കിട്ടുള്ളൂ എന്ന് ആദ്യം പറഞ്ഞ ആൾ ഞാനാണ്. എനിക്കൊന്നും ഒരു പേടിയില്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹമാണ് ഇപ്പോൾ മതനിരപേക്ഷ നായരായിട്ട് വന്നിരിക്കുന്നു. മതനിരപേക്ഷ NSS എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്തൊരു അസംബന്ധമാണ് ഇത്. കേട്ട വഴിക്ക് കോടിയേരി ബാലകൃഷ്ണൻ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ താല്പര്യം എങ്ങനെയാണ്? മതനിരപേക്ഷതയിൽ അദ്ദേഹത്തിന് എങ്ങനെ വിശ്വാസം ഉണ്ടായത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രമേശ് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്തിരുത്തിയപ്പോൾ നായർ സമുദായം അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. ഭൂരിപക്ഷ സമുദായത്തിന് നേരിടുന്ന എല്ലാ വെല്ലുവിളികളും അവസാനിച്ചു. ഇത്രയും കാര്യമുള്ളൂ. VS ശിവകുമാറിനെ ആരോഗ്യമന്ത്രി സ്ഥാനത്തും രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തും ഇരുത്തിയതോടുകൂടി നായർ സമുദായത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു. മനോജ്, ഈഴവ സമുദായം രാഷ്ട്രീയ ശക്തി നേടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് അട്ടിമറിക്കുകയായിരുന്നു ഇപ്പോൾ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ആവശ്യം. അതിനുവേണ്ടിയാണ് തങ്ങൾ മതേതര സംഘടനയാണ് എന്നൊക്കെ പറയുന്നത്. അല്ലല്ല, ഒരു രാജ്യം ഇപ്പോൾ ദളിത് കുട്ടികളെ ചുട്ടുകൊന്നത് ഇന്നലെയാണ്, മിനിയാന്നാണ്. രാജ്യത്ത് ഏറ്റവും അതിശക്തമായ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ഇപ്പോഴാണ്. അതുകൊണ്ട് എനിക്ക് ഇന്നലെ കിലുക്കണമെന്ന് ജയശങ്കർ ഇപ്പോൾ പറഞ്ഞു. ജയശങ്കർ എന്തായി മതനിരപേക്ഷതയുടെ ശത്രുവാണോ? നേരത്തെ ഏതെങ്കിലും തരത്തിൽ വർഗീയമായ ധ്വനി ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു ഒരാൾ എന്ന നിലയിൽ അയാളെ പിന്നെ എല്ലാ കാലത്തും വർഗീയതയുടെ വക്താവാക്കി മാറ്റണമെന്ന് ജയശങ്കറിൻ്റെ എത്ര നിർബന്ധം? മതനിരപേക്ഷ ചേരി ശക്തിപ്പെടുത്തുന്നതിൽ ജയശങ്കറിന് എത്ര അസ്വസ്ഥത? അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഈ സുകുമാരൻ നായർ ഇന്നലെ പലതും പറഞ്ഞിരുന്നു. അത് തന്നെ ഇന്ന് വെള്ളാപ്പള്ളിയും പറഞ്ഞത്. 1950കളുടെ തുടക്കത്തിൽ ഹിന്ദു മഹാമണ്ഡലം എന്ന പാർട്ടി ഉണ്ടാക്കിയത് ഈ മന്നവും ശങ്കറും കൂടിയാണ്, മന്നത്താചാര്യനും ശങ്കറും കൂടിയാണ്. അത് പരാജയമാണെന്ന് കണ്ടെത്തി അതിൽ നിന്ന് പിന്മാറിയതും അവർ രണ്ടുപേരുമാണ്.
അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ 1914 NSS രൂപീകരിക്കുന്നത്. അതിനുശേഷം ഇതുപോലത്തെ നിരവധി പരീക്ഷണങ്ങളുണ്ടായി. 1929 തിരുനാവായ സമ്മേളനം ചേർന്നു. ഗോവിന്ദമേനോനെ കുറിച്ച് നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ. അന്ന് കോൺഗ്രസിലെ വലതുപക്ഷവാദികളായ രണ്ടുപേരും, മാധവൻ നായരും ഗോവിന്ദമേനോനും ചേർന്നിട്ടാണ് ഈ തിരുനാവായ സമ്മേളനത്തിൻ്റെ ആതിഥ്യം വഹിച്ചത്. അന്ന് ആ സമ്മേളനത്തിൽ വന്നത് BS മൂഞ്ചെ എന്ന് പറഞ്ഞ RSS ഉണ്ടാക്കാൻ അവിടെ ഇറ്റലിയിൽ പോയിട്ട് മറ്റേ എങ്ങനെയാണ് അവിടെ ഫാസിസം പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്ന് പ്രായോഗികമാക്കിയ ആളാണ്. അത്തരം ആളുകൾ വരെ വന്നിട്ട് അങ്ങനെ വർഗീയ ധ്രുവീകരണവും ഇതുപോലെ സാമുദായികമായ ഐക്യമുണ്ടാക്കി അതിനെ വർഗീയ ധ്രുവീകരണമാക്കി മാറ്റാൻ ശ്രമിച്ച അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു സംഘടന പിന്മാറുന്നു, ഞങ്ങൾ സമദൂരത്തിലാണ്, ഞങ്ങൾ മതനിരപേക്ഷതയുടെ വക്താക്കളാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഇത് പറയാൻ എന്ത് അവകാശം എന്ന് പറയുന്ന ഈ കുരുട്ട് ബുദ്ധി ഉണ്ടല്ലോ. അത് എൻ്റെ പ്രിയപ്പെട്ട ജയശങ്കർ, നമുക്കിപ്പോൾ മതനിരപേക്ഷതയാണ് ശക്തിപ്പെടുത്തേണ്ടത്. അല്ലാതെ നമ്മൾ ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെ ആളുകൾ ഹിന്ദു ഐക്യ ശക്തിപ്പെടുത്തി ഈ ആളുകളെ ഈ പിന്നെ ഗോവധത്തിന്റെ പേരിലും അതുപോലെ ഈ ദളിതരെയും ഉണ്ടാക്കേണ്ടത്. അതിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾ ഈ ചിരിച്ചതോടെ കാര്യമില്ല, നിങ്ങൾ അതിലേക്കാണ് വരേണ്ടത്. നൽകുന്ന ഉപദേശമായി അതിനെ കാണണം. ദയവായി തുടരുക. നമുക്ക് അതിൽ മറുപടി താങ്കൾക്ക് പറയാനുണ്ടെങ്കിൽ മറ്റൊരു അവസരത്തിലാകാം. ശ്രീ PS ശ്രീധരൻപിള്ള, ഹിന്ദു താല്പര്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത് NSS ആണ് എന്നും ഹിന്ദു താല്പര്യം വരുമ്പോൾ മറിച്ച് നിലപാടെടുത്തത് SNDP യോഗമാണെന്നും പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട് ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗത്തിൽ. ഇപ്പോൾ മകരജ്യോതി വിവാദം വന്നപ്പോൾ NSS ആയിരുന്നു അക്കാര്യത്തിൽ കൊടിപിടിച്ച് മുന്നിൽ നടന്നത്. 18-ാം പ്രതി പൊളിക്കണമെന്ന ആവശ്യം വന്നപ്പോൾ NSS ആയിരുന്നു അതിൽ ശബരിമലയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചത്. ശബരിമലയിൽ സ്ത്രീകളുടെ പ്രവേശം വന്നപ്പോൾ സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നത് NSS ആയിരുന്നു. ഗുരുവായൂരിൽ സ്ഥലം അക്വയർ ചെയ്യുന്ന ഘട്ടം വന്നപ്പോൾ അവിടെയും ഹിന്ദു താല്പര്യം പരിഗണിച്ചത് NSS ആയിരുന്നു. എന്നാലും ശ്രീപത്മനാഭ ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ കണ്ടെത്തിയപ്പോൾ അത് എല്ലാ ഹിന്ദുക്കൾക്കുമായി വീതിച്ചു കൊടുക്കണം എന്ന് SNDP യോഗം പറഞ്ഞപ്പോൾ NSS ആയിരുന്നു അത് ശ്രീപത്മനാഭൻ്റേതാണ് എന്ന നിലപാടെടുത്തത്. മിനിറ്റുകൾക്കുള്ളിൽ ഉമ്മൻചാണ്ടി അത് അംഗീകരിച്ച് നിലപാട് സർക്കാരിൻ്റേത് NSSന് അനുകൂലമായി അല്ലെങ്കിൽ NSS പറഞ്ഞതിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. BJP ഒരു അഭിപ്രായം പറയൂ. എന്തായാലും നിങ്ങളൊരു ഹിന്ദു ഐക്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. NSS ആണോ SNDP യോഗമാണോ കൂടുതൽ ഹിന്ദു താല്പര്യം സംരക്ഷിച്ചത്? നികേഷ്, ഇത് NSSും SNDPയും തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ സംഘർഷം ഉണ്ടാവാറുണ്ടോ, ആളുകളെ കൊല്ലുക ഒന്നും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ രണ്ട് സംഘടനകൾക്കും അതിൻ്റേതായ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവർ രണ്ടും ഒന്നിച്ച് നിൽക്കണമെന്നാണ്. ഒന്നിച്ച് നിൽക്കണം. ഇവർ മാത്രമല്ല, വിശ്വകർമ്മ സഭയും പുലേ മഹാസഭയും എല്ലാം ഒന്നിച്ച് നിൽക്കണം. കാരണം കേരളത്തിൽ ഈ ജാതി മത പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ ന്യൂനപക്ഷ സംഘടിതമായി ഭൂരിപക്ഷ സമുദായം ഈ ന്യൂനപക്ഷത്തിൻ്റെ ആധിപത്യം കൊണ്ട് വിഷമം അനുഭവിക്കുന്നെന്നുള്ള 2005 ഏക്കാനുടെയും 2010 അച്യുതാനന്ദൻ്റെ അഭിപ്രായത്തെ ഞങ്ങൾ മാനിക്കുന്നവരാണ്. കാരണം സാമൂഹ്യ സന്തുലിതാവസ്ഥ അട്ടിമറിക്കപ്പെടുന്നു. ഇതാണ് പ്രശ്നം. ഇതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുന്ന അവസരത്തിൽ ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ തവണയും മനോജിനോട് ചോദിച്ചു, മനോജ്, മട്ടന്നൂരിൽ ഒരു 6 മാസം മുമ്പല്ലേ ഒരു റീത്ത് വെക്കാൻ, ഇപ്പോൾ RSSകാർ പോയി റീത്ത് വെച്ചാൽ CPക്കാർ എതിർക്കില്ല. പക്ഷെ അത്രയും പോലും NSSകാർക്ക് അവകാശമില്ല. ജാതി സംഘടന മാറ്റി നിർത്തണം. ഞാൻ പോയിരുന്നു തളിപ്പറമ്പിൽ. ഞാൻ നികേഷിനെ പറയാൻ അനുവദിക്കണം. നികേഷ്, അവിടെ ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി അവരുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ പത്രസമ്മേളനം നടത്തിയിട്ടാണ് ജാതി സംഘടനയായ SNDP ഞങ്ങളുടെ ആളുകളുടെ ഡെഡ് ബോഡിയിൽ റീത്ത് വെക്കാൻ സമ്മതിക്കില്ല, അടിച്ചോടിക്കും. രണ്ടിടത്തും അടിച്ചോടിച്ചു. 6 മാസം കഴിഞ്ഞ ഒരു 9 മാസത്തിനിടയിലുള്ള 2 സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് പറഞ്ഞ ആളുകൾ ഇപ്പം NSSന്റെ പറയുമ്പോൾ അതിൻ്റെ കൂടെ പോകുന്നു, SNDP എതിർക്കുന്നു. ഇതെല്ലാം രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയ അജണ്ടയെ രാഷ്ട്രീയമായി നേരിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യത്തിന് എന്താണ് മറുപടി? NSS പറയുന്നത് ഞങ്ങൾ ഈ ലിസ്റ്റിട്ട് ആ വിഷയങ്ങളിലെല്ലാം തന്നെയും ഹിന്ദു താല്പര്യം സംരക്ഷിച്ചാൽ ഞങ്ങളൊരു വകഭേദമാണ്, നായർ എന്ന വകഭേദം. അതുകൊണ്ട് ഞങ്ങൾ ആ നായർ എന്ന വകഭേദത്തിൽ നിന്നുകൊണ്ട് തന്നെ ഹിന്ദു താല്പര്യം സംരക്ഷിച്ചു കൊള്ളാം. പക്ഷേ SNDP യോഗത്തെ നോക്കൂ, അവർ ഈ വിഷയങ്ങളിലെല്ലാം വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത് എന്ന്. അപ്പോൾ BJP പോലൊരു പാർട്ടിക്ക് അക്കാര്യത്തിലൊരു നിലപാടുണ്ടാകണമല്ലോ. NSS ആണോ SNDP യോഗമാണോ കൂടുതൽ ഹിന്ദു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് എന്ന്? അല്ല, ഞാൻ ഒരു നികേഷിന് അനുമതിയോട് കൂടിയിട്ട് നിങ്ങളാണല്ലോ ഈ ആങ്കർ ഇപ്പോൾ ഇതിൽ. ഞാൻ ഈ 2 സുഹൃത്തുക്കളോട്, ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസ് സുഹൃത്തുക്കൾ, മതേതരത്വത്തിൻ്റെ ആൾക്കാരാണല്ലോ, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി
ഹിന്ദു വർഗീയതയെയും ക്രിസ്ത്യൻ വർഗീയതയെയും ആരാണ് കൈകാര്യം ചെയ്യുന്ന അറിയാൻ രാമമനോഹർ ലോഹിയേക്കാൾ വലിയ മതേതരവാദി വിപ്ലവകാരി ഇന്ത്യയില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ സാർവദേശീയ വിപ്ലവകാരി എന്ന പുസ്തകം മലയാളത്തിൽ ലഭ്യമാണ്. അദ്ദേഹം പറയുന്ന 57-ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയം വന്നപ്പം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയ ക്രിസ്ത്യാനിസമാണ്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയ ഹിന്ദുയിസമാണ്. ഇത് രണ്ടും മതേതരത്തിൻ്റെ ശവക്കുഴി തോണ്ടുന്നവരാണെന്ന് രാമമനോഹർ ലോഹിയ പറഞ്ഞതിനപ്പുറം എന്ത് തെളിവാ വേണ്ടത്? അത് കയ്യാളെ ആളുകളായി ഇപ്പോൾ മതേതരത്തിൻ്റെ വ്യക്താക്കളായിട്ട് ജയശങ്കർ അദ്ദേഹത്തിൻ്റെ നീതിബോധം അനുസരിച്ച് ചില കാര്യം പറഞ്ഞു. അപ്പോഴേക്കോ അദ്ദേഹം മോശപ്പെട്ട് CPIയുടെ സംസ്ഥാന നിലവാരത്തിൽ പല ഉത്തരവാദിത്തമുള്ള ആളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ പറയുമ്പം സത്യമാണ് അവർ ഈ പറയുന്നത്. ഈ സത്യത്തെയല്ലേ ഉൾക്കൊള്ളേണ്ടത്. ആരാ മതേതരവാദി? കാൽ നൂറ്റാണ്ട് എഴുതിയ ചേരാമ്പലിപ്പിന്റെ കോൺഗ്രസിലെ അതിലേക്കൊന്നും പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തുടരുക. PS ശ്രീധരൻപിള്ള, KP ഗോപി, SNDP യോഗത്തിന്റെ പ്രതിനിധി ടെലിഫോൺ ലൈനിലുണ്ട്. KP ഗോപി, പല കള്ളത്തരങ്ങളും ഒളിച്ചു വെക്കാനും ആ നിലയിൽ ശക്തി സമാഹരിക്കാനും, കള്ളത്തരങ്ങൾ ഒളിച്ചു വെക്കുന്നതിനുള്ള ശക്തി സമാഹരണത്തിനുള്ള ഏർപ്പാടാണോ SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള പുതിയ രാഷ്ട്രീയ പാർട്ടി? ഒരിക്കലുമല്ല. NSSന്റെ സമന്വയ നേതാവ് ശ്രീ സുകുമാരൻ നായർ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. അല്ല, ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഒന്ന്, SN ട്രസ്റ്റിൻ്റെ നിയമനങ്ങളിൽ 500 കോടി രൂപ വാങ്ങി എന്നുള്ളത്, മൈക്രോ ഫിനാൻസിൻ്റെ കാര്യത്തിൽ, അതുപോലെ ശാശ്വതീകാനന്ദയുടെ മരണത്തിൻ്റെ കാര്യത്തിൽ, ഇങ്ങനെ കഴിഞ്ഞ കുറേ കാലമായി 3-4 ആരോപണങ്ങൾ, അതുപോലെ ബെൽ ചിട്ടി ഫണ്ടോ എന്തോ ഉണ്ടല്ലോ. ഈ കാര്യങ്ങളിലെല്ലാം തന്നെയും ആരോപണങ്ങൾ നിലവിലുണ്ട്. അതെല്ലാം അതുപോലെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും സമർത്ഥമായി നേരിടുന്നതിന് ഇങ്ങനെ ഒരു വിശാല ഹിന്ദു ഐക്യം ഉയർന്നു വന്നാൽ മതിയാകും എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അവിടെ വരാൻ സാധ്യതയുള്ള ഒരു ആരോപണം, 500 കോടി രൂപയൊക്കെ കള്ളപ്പണമായി വെള്ളാപ്പള്ളി നടേശൻ സമാഹരിച്ചിട്ടുണ്ട് എങ്കിൽ അത് പിടിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. പിടിക്കുന്നില്ല എന്നുള്ളത് ശരി, പക്ഷേ ചില കള്ളപ്പണങ്ങൾ ലക്ഷ്യം വെച്ച് നരേന്ദ്രമോദി ഇറങ്ങിയേക്കാമോ എന്ന ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ പിന്നെ BJPക്ക് ഇവിടെ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാം എന്നൊരു രാഷ്ട്രീയ തീരുമാനം വെള്ളാപ്പള്ളി എടുത്തിട്ടുണ്ടോ എന്നതായിരിക്കാം ഒരു പക്ഷേ. അങ്ങനെയുള്ള ഒരു ഭയവും SNDP യോഗത്തിനില്ല. അങ്ങനെയുള്ള ഒരു ഭയവും SNDP യോഗത്തിനില്ല. അതിന് ഈ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഓടിപ്പോകാനും വേണ്ടി ആരെയെങ്കിലും കൂട്ടിപ്പിടിക്കേണ്ട ആവശ്യം SNDP യോഗത്തിനില്ല. ഈ പാർട്ടി ഉണ്ടാകുമോ ശ്രീ KP ഗോപി? ഒരു സംശയം വേണ്ട, ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഞാനൊന്ന് ചോദിക്കട്ടെ നികേഷ്, നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികളുണ്ട്. ഈ ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾ എല്ലാം കൂടി ഒരുമിക്കണം എന്ന് പറയുന്നത് ആരെയെങ്കിലും കോൺഗ്രസിനെയോ BJPയോ തകർക്കാനാണ്? ഈ രാജ്യത്ത് ഒരുപാട് ക്രിസ്തീയ വിഭാഗങ്ങളുണ്ട്. അവരെല്ലാം കൂടി യോജിക്കണമെന്ന് പറയുമ്പോൾ ആരും ഇവിടെ ബഹളവുമായി രംഗത്ത് വരുന്നില്ലല്ലോ. ഇവിടെ നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതിന് ശേഷം സഖ്യം തേടുകയല്ല ചെയ്തിട്ടുള്ളത്. പകരം ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി BJPയുടെ സഹായം തേടുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് BJPയുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇടതുപക്ഷത്തെ ഇത്രയധികം പ്രകോപിപ്പിക്കുന്നത്. BJPക്ക് വേരൂന്നാൻ ഇവിടെ കഴിയുന്നില്ല. അതിന് പകരം വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി എങ്ങനെയെങ്കിലും കടന്നു കയറാൻ നോക്കുക. ഒരു പുതിയൊരു ഫോർമുല രൂപീകരിക്കാൻ അമിത്ഷാ ശ്രമിക്കുന്നു. ഉത്തർപ്രദേശിൽ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രമിച്ചതും വിജയിച്ചതും അതായിരുന്നു. എല്ലാ സമുദായ ഗ്രൂപ്പുകളെയും ഒന്നിച്ചു കൊണ്ടുവരിക, എന്നിട്ട് അവിടെ BJP ആ നിലയിൽ വളരുക. അതിവിടെയും പരീക്ഷിക്കാനുള്ളൊരു ശ്രമം. ആ ശ്രമത്തെയാണ് CPM എതിർക്കുന്നത്, LDF എതിർക്കുന്നത്. SNDP യോഗത്തിന് ഇത്രയധികം ശാഖകളും യൂണിയനും ഒന്നുമില്ലാതിരുന്ന 1931 തിരുവിതാംകൂറിൽ ആദ്യമായ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടായിട്ടുണ്ട്, ഈഴവ പൊളിറ്റിക്കൽ ലീഗ്. ആ ഈഴവ പൊളിറ്റിക്കൽ ലീഗ് ഉണ്ടായ കാലത്ത് തിരുവിതാംകൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. 1939 കൊച്ചിയിൽ മലബാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നത്. തിരുവിതാംകൂറിൽ ആദ്യം ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് 1931 ഈഴവ പൊളിറ്റിക്കൽ ലീഗാണ്. പിന്നീട് 1932 ഈഴവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചേർന്ന് നിന്നുകൊണ്ട് അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സഭയുണ്ടാക്കി, അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ കോൺഗ്രസ് ഉണ്ടാക്കി. SNDP യോഗം 1937 തെരഞ്ഞെടുപ്പിൽ 10 സ്ഥാനങ്ങളിൽ മത്സരിച്ചു. അതൊക്കെ ചരിത്രം നമുക്ക് വിശദീകരിച്ച് പറയേണ്ടതാണ് കാര്യങ്ങളൊക്കെ, അതിലൊന്നും സംശയമില്ല. പക്ഷേ ശ്രീ KP ഗോപി, ഇവിടെ ഹിന്ദു ഐക്യം നായരില്ലാതെ സാധ്യമാകുമോ?
ഹിന്ദു ഐക്യം എന്ന് പറയുന്നത് ഏതെങ്കിലും സമുദായ സംഘടനകൾ ഉദ്ദേശിച്ചല്ല പറയുന്നത്. കേരളത്തില് കോടിക്കണക്കായ ലക്ഷക്കണക്കായ ഹിന്ദുക്കളുണ്ട്. അവരുടെ ശക്തി സമ്പാദനമാണ്, അവരുടെ ശാക്തികമായ ചേരിയാണ് SNDP യോഗവും ഹൈന്ദവ സംഘടനകളും ഉദ്ദേശിക്കുന്നത്. തുടരുക. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, KP ഗോപി പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായമാണ്. സുകുമാരൻ നായർ ഇല്ലെങ്കിൽ, NSS ഇല്ലെങ്കിൽ നായന്മാർ എൻ്റെ കൂടെ ഇല്ല എന്നൊരു തെറ്റായ ബോധമൊന്നും വേണ്ട, നായർ എൻ്റെ കൂടെ ഉണ്ട് എന്നാണ്. NSS ഇല്ലാതെ ഒരു ഹിന്ദു ഐക്യം സാധ്യമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? നികേഷേ, ഇപ്പോൾ SNDPക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനുള്ള സകല സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമല്ലേ? ജനാധിപത്യ സംവിധാനത്തിൽ ഏത് വ്യക്തിക്കും ഏത് പ്രസ്ഥാനത്തിനും രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഇന്ത്യയുടെ ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള പാർട്ടി ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്ഥാനമായ SNDP നേരത്തെയും കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാര്യം പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് ശേഷം SRP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി. ഒരു രാഷ്ട്രീയ മുന്നണിയിൽ അത് ഭാഗവാക്കായി. മാത്രമല്ല ഗവൺമെന്റിൽ പങ്കാളിത്തമുണ്ടായി. അതിനുശേഷം ആ പ്രസ്ഥാനം തന്നെ സ്വയം അതിനെ പിരിച്ചുവിട്ടതാണ്, അല്ലാതെ ആരും അതില്ലാതാക്കിയതല്ല. അപ്പൊ സ്വാഭാവികമായി അതുണ്ടാക്കിയതിൻ്റെ ഭവിഷ്യത്തുകൾ സ്വയം അനുഭവിച്ചറിഞ്ഞ് ആ തീരുമാനത്തിൽ നിന്ന് SNDP പിന്നോട്ട് പോയതാണ്. ഇനിയും SNDPക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി വേണമെങ്കിൽ ആകാം, ഉണ്ടാക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ ഒരു വേരോട്ടമില്ലെന്ന് എല്ലാവർക്കും അറിയാം. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വർഗീയ ധ്രുവീകരണം നടത്തി കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാൻ പല സംസ്ഥാനങ്ങളിലും ശ്രമിച്ചതുപോലെ കേരളത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നല്ല പറയുന്നത്. ഇവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വളരെ കാലമായി ശ്രീ അമിത്ഷാ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും അമിത്ഷായുടെ ആ നടപടികൾക്ക് സ്വാഗതാർഹമായ ഒരു നിലപാട് കേരളത്തിൽ ഒരു സംഘടനയും സ്വീകരിക്കാതെ വന്നു. അവിടെയാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസം. ശ്രീനാരായണീയ ദർശനങ്ങളെ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വെള്ളാപ്പള്ളിയോട് എനിക്ക് സ്നേഹമാണ്, ബഹുമാനമാണ്. പക്ഷേ BJPയുടെ അജണ്ട, ആ അജണ്ട പ്രാവർത്തികമാക്കാൻ ഒരു ഊന്നുവടിയായി ഒരിക്കലും SNDP എന്ന് പറയുന്ന പ്രസ്ഥാനം മാറാൻ പാടില്ല. അവർക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനം വേണോ? ഉണ്ടാക്കാം. അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ? മത്സരിക്കാം. രാഷ്ട്രീയ സഖ്യമാകണോ? ആകാം. അല്ലാതെ ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് അവരുടെ പ്രഖ്യാപനങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒരവസരം ഉണ്ടാക്കി കൊടുക്കുന്ന നിലപാടിലേക്ക് SNDP പോയാൽ ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ എനിക്കാവില്ല. അതേപോലെ ഞാൻ പറയാം, ഇവിടെ ഹിന്ദു ഐക്യം വേണമെങ്കിൽ ഇവിടെ എല്ലാ ഹിന്ദുക്കളും ഒന്നാകണം. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളല്ലല്ലോ. അപ്പോ ഹിന്ദുക്കൾ മുഴുവൻ ഒന്നാകണമെങ്കിൽ NSS ഇല്ലാതെ എങ്ങനെയാണ് ഹിന്ദുക്കൾ ഒന്നാകുന്നത്? മാത്രമല്ല പ്രത്യയശാസ്ത്രപരമായി ഇവർ രണ്ടും വ്യത്യസ്ത ധ്രുവങ്ങളിലാണ്. NSSന്റെ പ്രഖ്യാപിതമായ നയം സാമ്പത്തിക സംവരണമാണ്. അതിനൊരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറാണ്. തൽക്കാലം സാമ്പത്തിക സംവരണം ഇല്ലെങ്കിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് കൂടി സംവരണം അനുവദിച്ചാൽ മറ്റു പലരുമായി യോജിക്കാം. ജാതീയ സംവരണം നിലനിർത്തിക്കൊണ്ട് ഈ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആ മുന്നോക്ക ജാതിയിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കാൻ അനുകൂലമാണെന്ന് പറഞ്ഞിട്ടാണ് ശ്രീ സുകുമാരൻ നായരും ശ്രീ വെള്ളാപ്പള്ളി നടേശനും ഈ അടുത്ത കാലത്ത് ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു ഹിന്ദു ഐക്യമുണ്ടാക്കിയത്. അതിൻ്റെ ആയുസ് വളരെ കുറവാണ്. വെള്ളാപ്പള്ളിയുടെ വീട്ടിലും ചങ്ങനാശ്ശേരിയിലെ ഹെഡ്ക്വാർട്ടേഴ്സിലും അരങ്ങേറിയ നാടകത്തിൻ്റെ ആയുസ് നികേഷിനറിയാം. കേരളത്തിലെ മലയാളികൾക്ക് മുഴുവൻ അറിയാം എത്ര ആയുസ്സുണ്ടായി അതിന്. എന്തുകൊണ്ടാ ആയുസ് കുറഞ്ഞത്? കുറയാൻ കാരണം ഒരിക്കലും പ്രത്യയശാസ്ത്രപരമായി യോജിക്കാൻ കഴിയാത്ത രീതിയിൽ അവരുടെ പ്രത്യയശാസ്ത്രങ്ങളുടെ അകൽച്ചയാണ്. ആ അകൽച്ച നിലനിൽക്കുന്നിടത്തോളം അവർക്കൊന്നാകാനാകില്ല, ഒരുമിച്ച് പറക്കാനാവില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പറയുന്നത്, അവരുകൂടിയില്ലാത്ത ഒരു ഹിന്ദു ഐക്യം ഒരിക്കലും ഐക്യമാകാൻ പോകുന്നില്ല എന്ന് തറപ്പിച്ച് പറയാൻ കഴിയും. പക്ഷേ വെള്ളാപ്പള്ളി സുകുമാരൻ നായർ ഐക്യം നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ അത് ഈഴവ നായർ ഐക്യം എന്ന നിലയിൽ മാത്രമായിരുന്നു NSSും സുകുമാരൻ നായരും അതിനെ വിശേഷിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് അതൊരു ഹിന്ദു ഐക്യമാണ് എന്ന് വിലയിരുത്തുന്നതിൽ എത്ര കണ്ട് ശരിയുണ്ട് എന്നറിയില്ല. ദയവായി തുടരുക. ശ്രീ PS ശ്രീധരൻപിള്ള, നമ്മൾ പ്ലാൻ ചെയ്ത ആ ഹിന്ദു പാർട്ടി ഉണ്ടല്ലോ, അത് പൊളിഞ്ഞു എന്ന്
അമിത്ഷായ്ക്ക് പെട്ടെന്ന് കമ്പിയടിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നതാണ് ശരിയെങ്കിൽ. നികേഷ് ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നികേഷിൻ്റെ ഉള്ളിലെ ആഗ്രഹമാണ് നികേഷ് പറയുന്നത്. ഇത് കേരളത്തിൻ്റെ ചർച്ച. ഞാൻ ചോദിക്കട്ടെ, ഇവരാരും ഇപ്പോൾ 2004 13% വോട്ട് കിട്ടി. SNDP NSS ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ഇനിയും നാളെ സഹായിക്കും ഈ രണ്ട് കൂട്ടരും. എനിക്കതിൽ ഉറപ്പുണ്ട് 100%. അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ നിലപാട് പറയുന്നു. ആ നിലപാട് പറയുമ്പോൾ അദ്ദേഹം ഒരിക്കലും RSSനെയും BJPയും തള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനെയെല്ലാം ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറയാനിടയായത്. അതുകൊണ്ടാണ് നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ. ഉണ്ണിത്താനും മനോജും ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ. നമ്മൾക്ക് അല്ല അഭിപ്രായമുണ്ട്, അവർക്ക് അഭിപ്രായം പറയാം. പക്ഷേ ജനങ്ങളല്ല തീരുമാനിക്കേണ്ടത്, പൊതുസമൂഹമല്ല തീരുമാനിക്കേണ്ടത്. ഇവിടെ അനീതി, കാരണം ജാതി മത പ്രീണനം ഇത്രയും നടക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിലില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ മുൻപന്തിയിലാണ്. എന്തിനാ യോഗക്ഷേമ സഭയിലേക്ക് EMS പോയത്? അന്ന് പോലെ തുടങ്ങിയതാ ഇത് യോഗക്ഷേമ സഭ. ചാത്തമാഷ് എങ്ങനെയാണ് ഇതിൻ്റെ പ്രസിഡൻ്റായത്? പുലയ മഹാസഭയുടെ എങ്ങനെയാണ് പെരപ്പങ്കോട് ശ്രീധരൻ നായർ NSSൻ്റെ ഇതിലേക്ക് വന്നത്? SNDPയിലെങ്ങാൻ ഗംഗാരം പോയത്? അന്ന് മുതൽ ജാതിമത പ്രീണനത്തിൽ അവാർഡ് കൊടുക്കേണ്ടവരാണ് കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. എല്ലാം ഞങ്ങളുടെ കയ്യിലാണ്. മതേതരത്തെ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിനുള്ള ഉപദേശക യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണല്ലോ, നിരീക്ഷകനാണല്ലോ. ഇനി അതുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, സത്യത്തിൽ അദ്ദേഹത്തിന് പാർട്ടി ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് അന്നും സംശയമുണ്ട്, ഇപ്പോഴും സംശയമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ യോഗത്തിൽ ഞാനും പിയേഴ്സനും P. രാജനും പറഞ്ഞത്, ഇവിടെ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതിന് വലിയ പ്രസക്തിയില്ല. ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ അദ്ദേഹം ഏത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് അതിന് നേരെ വിപരീതമായിട്ടുള്ള ഫലമായിരിക്കും ഉണ്ടാകുക എന്നാണ് പറഞ്ഞത്. അത് വേറെ കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടെ സുകുമാരൻ നായർ ഇല്ലാത്തത് കൊണ്ട് നായർ സമുദായം നിൽക്കുമോ? നായർ സമുദായത്തെ സുകുമാരൻ നായർ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഈഴവ സമുദായത്തെ വെള്ളാപ്പള്ളി നടേശൻ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമുക്ക് SNDP യോഗം എന്ന് പറഞ്ഞ എൻറ്റിറ്റി ഒന്നെടുത്ത് പരിശോധിച്ചാൽ SNDPയുടെ നേതാക്കന്മാരായിരുന്നു ആദ്യം മുതൽക്ക്. ഇവിടെ ഉണ്ണിത്താനുണ്ട്, അദ്ദേഹം എന്നെ തിരുത്ത് C. കേശവൻ ഇല്ലേ, KK വിശ്വനാഥൻ, R. ശങ്കർ, MK രാഘവൻ, K. ഗോപിനാഥൻ, AS പ്രതാപ് സിംഗ്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഡോക്ടർ രാഹുൽ. ഇവരെല്ലാവരും തന്നെ കോൺഗ്രസ്സുകാരായിരുന്നു, കതറിട്ട കോൺഗ്രസ്സുകാരായിരുന്നു. തച്ചടി പ്രഭാകരൻ. SNDP യോഗം എന്ന് പറഞ്ഞ സാമുദായിക സംഘടന റെപ്രസെൻ്റ് ചെയ്യുന്ന സമുദായം എവിടെ നിന്നിരുന്നത്? അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. എല്ലാവരും ഇടതുപക്ഷക്കാരായിരുന്നു. കൈ അറിയാതെ അരിവാളിലേക്ക് പോവുക. അപ്പോൾ സമുദായ സംഘടന റെപ്രസെൻ്റ് ചെയ്യുന്നത് സമുദായത്തെ അല്ല, അത് വേറെയാണ്. SNDP യോഗത്തിൻ്റെ തീട്ടൂരൊക്കെ എല്ലാവരും അംഗീകരിക്കും, ചതയദിനത്തിൽ പങ്കെടുക്കും, സമാധി ദിന ഘോഷയാത്രയിൽ പങ്കെടുക്കും, അതിലൊക്കെ പങ്കെടുക്കും. പക്ഷേ വോട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ രാഷ്ട്രീയമായിട്ട് വോട്ട് ചെയ്യും. അതാണ് രാഷ്ട്രീയം. സമുദായ സംഘടനയല്ല സമുദായം. NSSൻ്റെ കാര്യം അത് തന്നെയല്ലേ. സുകുമാരൻ നായർ പറഞ്ഞനുസരിച്ച് ആരെങ്കിലും ഈ രാജ്യത്ത് കേൾക്കും? സുകുമാരൻ നായർ ഇപ്പോൾ NSSൻ്റെ കൂടെ, NSS ഹിന്ദു ഐക്യത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ആ ഒറ്റ കാരണത്താൽ നായന്മാർ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞത് കാലഘട്ടം വ്യത്യസ്തമാണ്. കാലഘട്ടം വ്യത്യസ്തമാണ്. സുകുമാരൻ നായർ ഇവിടെ ഒരു ഹിന്ദു ഐക്യത്തിന്റെ ആവശ്യകതയുണ്ട് എന്ന് കരുതുന്ന കുറേയെങ്കിലും ആളുകളുണ്ട്. അവരുടെ ഒരു ശില്പമാണിത്. അതെ, ഇതിൻ്റെ പ്രശ്നം ഇതാണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കിയത് ഈ പറഞ്ഞ രണ്ടുപേരും കൂടിയാണ്. പ്രധാനമായിട്ട് സുകുമാരൻ നായരാണ്. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിൽ കാഴ്ചക്കാരായിട്ട് കയറും. സത്യത്തിൽ അവർക്ക് ഒരു റോളും ഉണ്ടായിരുന്നില്ല. ഇത് മുഴുവനും ചെയ്തത് ഈ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ലീഗുകാർ അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. KP മജീദിൻ്റെയും ET മുഹമ്മദ് ബഷീറിൻ്റെയും നല്ല സംഭാവന ഉണ്ടായിരുന്നു. ഈ 4 പേരാണ് ഈ സാമുദായിക ധ്രുവീകരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച 4 പേർ. ഒന്ന് സുകുമാരൻ നായർ, വെള്ളാപ്പള്ളി നടേശൻ, ET മുഹമ്മദ് ബഷീർ, നമ്മുടെ KP മജീദ്. ഈ 4 പേരുടെ നിലപറന്ന സംസാരം കൊണ്ടാണ് ഈ സമുദായം ഇന്നിപ്പോൾ സംസ്ഥാനത്ത് ഈ രൂപം ഉണ്ടായിട്ടുള്ളത്. ഈ മുഴുവൻ കുഴപ്പങ്ങളുടേത് അവിടെ നിന്നാണ്. ഇവർ 4 പേരും കൂടി ചേർന്ന് കേരളത്തെ വീണ്ടും ഭ്രാന്താലയമാക്കി. ഇതാണ് സംഭവിച്ചത്. ഞാൻ പറയട്ടെ, NSSൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ മുസ്ലിം ലീഗുകാർ ജാഥ നടത്തിയില്ലേ, പടക്കം പൊട്ടിച്ചില്ലേ, മഞ്ഞളാംകുഴി അല്ലി സത്യപ്രതിജ്ഞ ദിവസം. ഇതൊക്കെ എങ്ങനെ ഉണ്ടായത്? പക്ഷേ PM മനോജ്, ആദ്യ ദിവസങ്ങളിൽ വലിയ ഹൈപ്പായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ പുതിയ പാർട്ടി. BJP മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ വരെ പ്രഖ്യാപിച്ച് കളഞ്ഞു. ഭയം, ആശങ്ക എന്നിവ ഒഴിവായോ CPMന്? അല്ല, BJPക്കാണ് വലിയ നഷ്ടം വന്നത്. ഈ കക്ഷത്തിൽ ഇരിക്കുന്നതുമില്ല പറക്കുന്നതുമില്ല എന്ന അവസ്ഥയിലേക്ക് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീധരൻപിള്ളയുടെ പാർട്ടി പോയി. അത് നമ്മളിപ്പോൾ NSS ഏതെങ്കിലും തരത്തിൽ ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന രീതിയിൽ ഇടപെട്ടോ എന്ന ചർച്ചയിലേക്കല്ല ഞാൻ പോകുന്നത്. മറിച്ച് ഇന്നലെ NSSൻ്റെ നേതാക്കൾ, ഇന്ന് ശ്രീ സുകുമാരൻ നായർ പറഞ്ഞ വളരെ കൃത്യമായൊരു കാര്യമുണ്ട്. മതം
മതത്തിൻ്റെ വഴിക്ക്, ജാതിയുടെ വഴിക്ക്, രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക്. ഇടതുപക്ഷം നിരന്തരം പറഞ്ഞു വരുന്ന ഒരു കാര്യം, അത് NSS വളരെ കൃത്യമായി തിരിച്ചറിയുകയും പറയുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഞങ്ങൾ അതിനെയാണ് സ്വാഗതം ചെയ്യുന്നത്. അല്ലാതെ ഈ മതത്തിൻ്റെയും ജാതിയുടെയും കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അത് ശ്രീധരൻപിള്ളയുടെ പാർട്ടിക്ക് വോട്ടാക്കി മാറ്റണം എന്ന വൃത്തികെട്ട ചിന്ത, അത് വിഭാഗീയ ചിന്ത, നാട്ടിൽ കലാപം ഉണ്ടാക്കുന്ന ചിന്ത, അതിനെതിരായിട്ടുള്ള ഒരു സമരത്തിൽ NSSൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ വന്ന് വ്യക്തികളെ അല്ല കാണുന്നത്. ഇപ്പോൾ സുകുമാരൻ നായർ അങ്ങനെ പറഞ്ഞു, വെള്ളാപ്പള്ളി ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അവർ രണ്ടുപേരും വ്യക്തിപരമായി കുഴപ്പക്കാരാണ് എന്ന മട്ടിലേക്ക് കൊണ്ടുപോകാതെ അവരുടെ സമീപനങ്ങൾ, അവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന, ആ സംഘടനയുടെ സമീപനം, അതൊക്കെ ചർച്ച ചെയ്യുന്നതിന് പകരം 4 വ്യക്തികൾ, ഇവരാണ് മുസ്ലിം ലീഗിൻ്റെ മൊത്തം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഈ KPA മജീദും പറഞ്ഞതുപോലെ ഉത്തരത്തിൽ നിന്ന് SNDP യോഗത്തെ എടുക്കാനും പറ്റിയില്ല. കക്ഷത്തിരുന്ന നായർ വോട്ടും പോയി എന്ന നിലയിലായിപ്പോയോ BJP? ചുരുക്കി ഇതൊക്കെ ഞങ്ങളുടെ മനോവീര്യം കെടുത്താൻ ഇത് ആടിനെ പട്ടിയാക്കുന്ന പ്രചരണമാണ്. ഇവിടെ 10-14% വോട്ട് വരെ കിട്ടിയ ഒരു പാർട്ടിയാണ് BJP. തോറ്റുവെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളുടെ പെട്ടിയിലിട്ടതാണ്. ഞങ്ങൾ ഒത്തൊരുമിച്ച് നിന്നാൽ NSSും SNDPക്കാരും എല്ലാം പോയി, ഇതൊന്നും പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഇസ് ആൻ ആർട്ട്, ഒരു കലയാണ്. ആ കലയിൽ ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടെന്നുള്ളത്. അതുകൊണ്ട് 10-14% ഞങ്ങളുടെ വോട്ട് ഒരു 10-20% ഇപ്പോൾ മാറിയിട്ടുണ്ട് മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ. അതിൻ്റെ കൂടെ ഒരു SNDPയുടെയും അതുപോലുള്ള മുന്നോക്ക സമുദായങ്ങളുടെയും ഒക്കെ പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ ഈ 2 മുന്നണികളെയും കേരളം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾക്ക് മൂന്നാം ശക്തി വരാൻ സമൂഹത്തിന്റെ ഒരു പിന്തുണ കിട്ടി തുടങ്ങിയതായിരുന്നു. അത് കേരളത്തെ അറിയാത്ത അമിത്ഷാ നശിപ്പിച്ചു കളഞ്ഞു എന്ന് PS ശ്രീധരൻ പോലെയുള്ള പരിണതപ്രജ്ഞരായ രാഷ്ട്രീയ നേതാക്കൾക്ക്, BJP നേതാക്കൾക്ക് തോന്നുന്നില്ലേ? നികേഷ്, ഞാനിത് തുടക്കത്തിൽ ഇതിനോട് നമ്മളെ വഴക്ക് കൂടിയതാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്ത് നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾക്കറിയാം ഒന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ 32 കൊല്ലത്തിനിടയിൽ ഒറ്റയ്ക്കൊരു പാർട്ടിക്ക് ഭൂരിപക്ഷം നേടിക്കൊടുത്തത് ഈ നേതാക്കന്മാരല്ലേ? നിങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞ നരേന്ദ്രമോദി വംശഹത്യക്കാരൻ, മരണത്തിൻ്റെ വ്യാപാരി എല്ലാം ചർച്ച ചെയ്തല്ലേ നമ്മൾ. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ, സാധാരണക്കാർ വോട്ട് ചെയ്തില്ലേ? ആ അമിത്ഷായും ആ നരേന്ദ്രമോദിയും അൽക്കേദ്വാനിയും എല്ലാം ഞങ്ങളുടെ നേതാക്കന്മാരാണ്. ഞങ്ങൾ ഒറ്റക്കെട്ട, ഞങ്ങളെ ഒന്നും പലതട്ടിലാക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട. ഞങ്ങൾക്ക് ഏറ്റവും നന്നായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ സാധിക്കും, കേരളത്തിൽ സാധിക്കും. PS ശ്രീധരൻപിള്ള നാവിൻ്റെ കണക്ഷൻ ഹൃദയത്തിൽ നിന്ന് വേർപെടുത്തിയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ബൈറ്റ് തന്നത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. PM മനോജ്, PS ശ്രീധരൻപിള്ള, രാജ്മോഹൻ ഉണ്ണിത്താൻ, അഡ്വക്കേറ്റ് ജയശങ്കർ, KP ഗോപി, വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. 8 അവസാനിക്കുന്നു.